ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുണ്ടാ എൻ്റെ കയ്യിലേ ഒരു ടൊയോട്ട ഫോർച്യൂണറൊക്കെ ഉണ്ട്. ഈ കാറിൻ്റെ അകത്ത് നിറച്ച് ഗോൾഡാ. അതെ ഗൈസ്, ഈ കാറിൻ്റെ ഡിക്കിയിലേ നിറച്ച് ഗോൾഡാ. ഇന്നിപ്പോൾ നമ്മളെ ഗോൾഡ് സ്മഗിൾ ചെയ്യാൻ പോവാ. ഇത് പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല, സിമ്പിൾ പണിയാ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെ ഒരാളുണ്ട്. അയാൾക്ക് ജസ്റ്റ് കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഏകദേശം 2 കോടിയെങ്കിലും കിട്ടും. അതിന് മാത്രം ഗോൾഡ് ഉണ്ട് ഈ വണ്ടിയിൽ. എന്നാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ വില്ലേജിൽ പോവാം. വില്ലേജിൽ പോയിട്ട് ഈ ഗോൾഡൊക്കെ വിറ്റാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇതെന്തത്? ഈ പോലീസുകാരൻ എൻ്റെ അടുത്തേക്ക് വരാണല്ലോ. അയ് ശരി, പോലീസുകാരപ്പോൾ ഇക്കാര്യം അറിഞ്ഞ? ഇവരിപ്പോൾ എങ്ങനെ അറിഞ്ഞേ? എന്തുട്ടായാലും ഇവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. ആ ഫോർച്യൂണറുമേ കൊള്ളാൻ പാടില്ലാട്ടാ. അതുമ്മളേക്ക് ആർപ്പിച്ച് കൊണ്ടാലേ പിന്നെ തീർന്നു. പിന്നെ നമുക്ക് പൈസ കിട്ടില്ല. ഇതെന്തത്? ഇവിടെ നിറച്ച് പോലീസുകാരാണല്ലോ. പോലീസുകാരെ കൂടി കൂടി വരിക. ഇവർക്ക് പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ലാട്ടാ. അതെ, തൽക്കാലം ഇവിടുന്ന് പോവാം. അതായിരിക്കും നല്ലത്. ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നാലേ ശരിയാവില്ല. ഈ പോലീസുകാരൊക്കെ കൂടിക്കൂടി വരും. ഇവിടെ പിന്നെ നമുക്ക് 2 സ്റ്റാർ വാണ്ടഡ് ലെവലുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ വില്ലേജിൽ പോവാം. വില്ലേജ് പിന്നെ ഇവിടെ അടുത്ത് എവിടെയുള്ള? എനിക്ക് വഴി കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ കയ്യിൽ ഗൂഗിൾ മാപ്സ് ഇല്ലേ? പിന്നെന്താ പ്രശ്നം? നമുക്ക് ഗൂഗിൾ മാപ്സ് നോക്കിയിട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പം നമ്മളെ വില്ലേജിലെത്തേക്കാണ് കേട്ടാ. ഇവിടെ എവിടെ ഒരു വീടൊക്കെ ഉണ്ട്. വീടല്ല, അതൊരു വെയർഹൗസാ. ആ വെയർഹൗസിൻ്റെ അകത്ത് അയാളുണ്ടാവാന്ന് പറഞ്ഞേ. ഇതായിരിക്കും ആ വെയർഹൗസ്. ഇതെന്തത്? ഇവിടെ എനിക്ക് ഒരാളിനെ കാണാനില്ല. അയാൾ എന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. ഇവിടെ പക്ഷേ എനിക്ക് ആരെയും കാണാനില്ല. നമുക്കപ്പോൾ അയാളെ ഒന്ന് വിളിച്ചു നോക്കാം. അയാൾ ഇങ്ങോട്ടേക്കാണോ പോയേ? ഹലോ ചേട്ടാ, അതെ, ചേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ എനിക്ക് ആരെയും കാണാനില്ല. ഈ ഗോൾഡ് അപ്പോൾ ആരെയും ഏൽപ്പിക്കണ്ടേ? എടാ ജാക്കേ, അത് പിന്നെ ആ വില്ലേജിലെ നേരത്തെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് സ്ഥലം മാറി. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ സിറ്റിയിലേ ഒരു ജംഗിളുണ്ട്. ആ ജംഗിളുടെ ഇടയിൽ ഒരു വീടുണ്ട്. നീ ആ വീട്ടിലേക്ക് പോയോ? കാടിൻ്റെ നടുക്കിലായതുകൊണ്ടേ പോലീസുകാരൊന്നും അങ്ങോട്ടേക്ക് വരില്ല. ഇവിടുത്തെ പോലീസുകാരൊക്കെ പേടിത്തൊണ്ടന്മാരാ. നീ അപ്പോൾ അങ്ങോട്ടേക്ക് പോയോ? ആണോ? എന്നാ ശരി, ഞാനിപ്പോൾ തന്നെ വരാം. ഓക്കെ ഗൈസ്, ആ ചേട്ടനില്ലേ, അത് ജംഗിളിൽ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞേ. നമ്മുടെ സിറ്റിയിൽ പിന്നെ ഒരു കാടുണ്ട്. ആ കാടിൻ്റെ നടുക്കിലേ ഒരു വീടുണ്ട്. ആ വീട്ടിലാരും താമസിക്കാറില്ല. അയാൾ പക്ഷെ എന്നോട് അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. നമുക്കെന്നാ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ആ കാട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ജംഗിളിൽ എത്തിയേക്കാണ് കേട്ടാ. ഇത് പിന്നെ കണ്ടില്ലേ, ഈ കാടിൻ്റെ നടുക്കിൽ ഒരു വീടുണ്ട്. നമുക്ക് തൽക്കാലം ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. ഇവിടെയും പക്ഷേ എനിക്ക് ആരെയും കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം. അയാൾ ചിലപ്പോൾ അകത്ത് വെയിറ്റ് ചെയ്യണ്ടോ. മിക്കവാറും മേലത്തെ ഫ്ലോറിലാവും. ഈ വീട്ടിൽ പിന്നെ ആരും താമസിക്കാറില്ല. ഇതൊരു പൂട്ടിപ്പോയ വീടായിരുന്നു. അയാളെവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ല. ഇനി അയാൾ വീണ്ടും സ്ഥലം മാറിയ? ഇല്ലില്ല, അയാളിത് എവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടാ, അതെ, ചേട്ടാ പറഞ്ഞ പോലെ ഞാൻ സാധനം കൊണ്ടുവന്നുണ്ട്. എൻ്റെ പൈസ എവിടെ? ഏകദേശം 2 കോടിയുടെ മുതലുണ്ട്. എനിക്ക് 2 കോടി വേണം. ജാക്കേ, ഞാൻ ഇപ്പം തന്നെ പൈസ അയച്ചുതരാം. ഗൂഗിൾ പേ വഴി അയച്ചുതരാം. ഓക്കെ, അയാളെങ്ങനെ പൈസ ഒക്കെ അയച്ചു നിൽക്കാൻ കേട്ടാ. എൻ്റെ അക്കൗണ്ടിലേക്ക് 2 കോടി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ആ ഫോർച്യൂണർ പിന്നെ ഞാൻ എടുത്തില്ല ഏട്ടാ. ഒന്നാമത്തെ കാര്യം, അതെൻ്റെ സ്വന്തം വണ്ടിയല്ല. അതുകൊണ്ട് ആ കാർ അവിടെ കിടന്നോട്ടെ. നമുക്ക് പോയിട്ട് ഒരു പുതിയ വണ്ടി മേടിക്കാം. നമുക്കൊരു ബൈക്ക് മേടിച്ചാലോ? അതും ഒരു സൂപ്പർ ബൈക്ക്.
ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കായിരുന്നു. ഹലോ ചേട്ടാ, ഈ വണ്ടി ഒന്ന് തരുമോ? ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ വണ്ടിങ് മേടിക്കാം, അതും ഒരു സൂപ്പർ ബൈക്ക്. ഏത് ബൈക്ക് മേടിക്കുക? കവാസക്കിയുടെ ഒരു ബൈക്കില്ലേ, നിഞ്ച H2. ഏറ്റവും സ്പീഡ് കൂടിയ ബൈക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കെന്നാ ആ ബൈക്കിനെ മേടിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇത് പിന്നെ എൻ്റെ സ്വന്തം കാറല്ല, വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോട്ടെ. നമുക്കിനി പുതിയ ബൈക്ക് മേടിക്കാം. ഇതാണ് ആ ബൈക്ക്. ഇതാണ് കവാസക്കി നിഞ്ച H2. നമ്മളങ്ങനെ ബൈക്കൊക്കെ പർച്ചേസ് ചെയ്തുട്ടാ. ഇനി നമുക്ക് പോയിട്ട് ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ പടക്കം പൊട്ടിച്ചു. നമുക്ക് തൽക്കാലം ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോവാം. ഈ ബൈക്കിൻ്റെ കളറില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമായില്ല ഏട്ടാ. പച്ച കളർ അത്രയ്ക്ക് കാര്യമില്ല. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്കില്ലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ കളർ മാറ്റണുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ഞാൻ സാധാരണ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോഴേ വലിയ ടയറൊക്കെ വെക്കാറുണ്ട്. ഈ ബൈക്കിൽ നമ്മൾ തൽക്കാലം അങ്ങനെ ചെയ്യണില്ല. ഈ ബൈക്കിൽ വലിയ ടയർ വെച്ചാലേ അത് ഭയങ്കര ബോറാവും, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. തൽക്കാലം നമുക്ക് ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് അകത്ത് കയറ്റാം, എന്നിട്ട് ഇത് മോഡിഫൈ ചെയ്യാം. ജസ്റ്റ് നമുക്ക് കളർ മാറ്റാം. കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇത് മതി. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ നൈട്രോ വയ്ക്കാം. ശരിക്കും നൈട്രോൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാണ്. എന്നാലും കുഴപ്പമില്ല, നൈട്രോ കിടന്നോട്ടെ. നമ്മളങ്ങനെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തോട്ടാ. ഇത് കണ്ടില്ലേ, നൈട്രോ ഇട്ടപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. നമ്മുടെ ആളിത് ബൈക്കൊക്കെ വീലടിക്കുക. നമ്മുടെ ആള് പിന്നെ ഹെൽമെറ്റ് ഒന്നും വെച്ചില്ല. എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാലേ നൈസായിട്ട് പണിപ്പാളും, മണ്ട പൊളിയും. അതുകൊണ്ട് നമുക്ക് നോക്കി ഇങ്ങോട്ട് ഓടിച്ചാൽ മതി. എന്നിട്ടായാലും ഈ ബൈക്ക് നൈസ് ഉണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ബ്ലാക്ക് കളറിലെ കാണാനായിട്ട് ഭംഗിയുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തേക്കാണ് കേട്ടാ. ഈ ബൈക്കില്ലേ നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. സംഭവം വേറെ ഒന്നല്ല, നാട്ടിലില്ലേ കള്ളന്മാരുടെ ശല്യം കൂടുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ ഈ ബൈക്ക് അടിച്ചു മാറ്റും. ഈ ബൈക്ക് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ജിമ്മൊക്കെ ഉണ്ട്. നമുക്ക് ഈ വണ്ടിയില്ലേ അത് ഇവിടെ പാർക്ക് ചെയ്യാം. ഇത് പിന്നെ സേഫായ സ്ഥലമാണ്, ഒരാളും ഇങ്ങോട്ടേക്ക് കയറി വരില്ല. അഥവാ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ പിന്നെ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ പുതിയ ബൈക്കൊക്കെ പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ഗെയിം കളിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഗെയിമിംഗ് PC ഉണ്ട്, ഇതിലിരുന്ന് ഗെയിം കളിക്കാം.